ജിദ്ദയുടെ വ്യത്യസ്ത മേഖലകളിലുള്ള പ്രവാസി സമൂഹത്തിൻ്റെ പ്രതിനിധികളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നോമ്പ് വിശേഷങ്ങളും പെരുന്നാൾ വിശേഷങ്ങളും അവർ നമ്മളുമായി പങ്കുവെക്കുകയാണ്. നമ്മളിപ്പോൾ ഒത്തുചേർന്നിട്ടുള്ളത് ശ്രീ ഉസ്മാൻ ഇരുമ്പുഴി, ശ്രീ ഗോപി നെടുങ്ങാടി, ശ്രീ മുനീഫ്, ശ്രീമതി ഷമീന അസീസ്. ഏവർക്കും പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രീ ഉസ്മാൻ ഇരുമ്പുഴി, 3 പതിറ്റാണ്ടിലേറെ കാലമായി നിങ്ങൾ സൗദിയുടെ പ്രവാസി സമൂഹത്തിനിടയിൽ ഒരു പ്രവാസിയായി തന്നെ കഴിഞ്ഞുകൂടുകയാണ്. എന്താണ് ഇവിടുത്തെ ഒരു നോമ്പനുഭവം? നാട്ടിലെ നോമ്പും സൗദി അറേബ്യയിലെ നോമ്പും കമ്പയർ ചെയ്യുമ്പോൾ മക്കയും മദീനയുള്ള സാമീപ്യം ഉണ്ട്, അവിടെ നമുക്ക് എപ്പോഴും പോകാം. പക്ഷേ നോമ്പ് ഇവിടെ ഒരിക്കലും നോമ്പിൻ്റെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇവിടുത്തെ ജോലി സമയം, ഭക്ഷണക്രമങ്ങൾ ഒക്കെ. അപ്പോൾ ഒരു നോമ്പിൻ്റെ ഒരു യഥാർത്ഥ ഫീലിംഗ് നമുക്ക് അനുഭവിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയൂ. അത് പറയാൻ കാരണം ഒരുപക്ഷെ നമ്മൾ മൊത്തം ഒരു മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ സാധാരണ കഴിക്കുന്നതിൽ ഇരട്ടി ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ സാധാരണ ഇപ്പോൾ ഈ ബാച്ചിലേഴ്സ് റൂം അല്ലെങ്കിൽ നമ്മളൊക്കെ മെസ്സിൻ്റെ ചിലവ് നോക്കിയാൽ തന്നെ അറിയാം. ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി മാത്രമല്ല, അതിൻ്റെ മറ്റിപ്പോൾ ഫ്രൂട്ട്സ് സ്ഥിരമായി ഉപയോഗിക്കുന്നത് പക്ഷേ മലയാളികൾ റംസാൻ മാത്രമായിരിക്കും. മറ്റു കാര്യങ്ങൾ അത് ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമല്ല പലർക്കും. ഈ രീതിയിലൊരു വിഷയം എനിക്ക് തോന്നുന്നു ഭക്തിയുടെ ആ ഒരു കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി നമുക്ക് ഇവിടെ ശ്രദ്ധ പതിപ്പിക്കാമെന്നെങ്കിൽ തന്നെ നോമ്പ് എന്നതിൻ്റെ ആ ഒരു വിശപ്പ് സഹിക്കുക എന്നുള്ളതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഗൾഫിലെ പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ നോമ്പിൽ കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ അനുഭവം. ശ്രീ ഗോപി സാർ, ഇപ്പോൾ പുറത്തുനിന്ന് ഈ ഒരു ആരാധനാ കർമ്മത്തെയും നോമ്പിനെയും അതിൻ്റെ വ്യത്യസ്ത മേഖലകളെയും ഒക്കെ നോക്കിക്കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് സൗദിയിലെ ഒരു നോമ്പിൻ്റെ ഒരു അനുഭവം എന്ന് പറയാമോ? എന്നെ സംബന്ധിച്ചിടത്തോളം നോമ്പിൻ്റെ ആദ്യത്തെ അനുഭവം എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയുടെ സ്വദേശമായ വെങ്ങാട് എയ്ഡഡ് മാപ്പിള അപ്പർ പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞൊരു വിദ്യാലയത്തിലാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം തുടങ്ങുന്നത്. അപ്പോൾ കുട്ടിക്കാലത്ത് ആദ്യത്തെ നോമ്പിനെ കുറിച്ചുള്ള ഓർമ്മ ഒരു ഉത്സവകാലത്തിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഓർമ്മയാണ്. കാരണം അന്ന് റമദാൻ അവധിയാണ്. ഈ മാപ്പിള എയ്ഡഡ് മാപ്പിള സ്കൂൾ ആണ് എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവധിയാണ് ആ ഒരു മാസം. അതുകൊണ്ട് തന്നെ റമദാൻ വരുന്നു പറഞ്ഞാൽ പെട്ടെന്ന് കുട്ടിക്കാലത്തെ ഓർമ്മയിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഉത്സവത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും, കാരണം അവധിക്കാലമാണ്, സ്വാഭാവികമായും കുട്ടിക്ക് അവധിക്കാലമാണ്, അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെതാണ്. പിന്നീട് സൗദി അറേബ്യയിൽ വന്ന ശേഷം ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിലൊരു ഭാഗമായിട്ടുള്ള റമദാനെ നോക്കിക്കാണുന്ന ഒരു വ്യത്യസ്ത പരിപ്രേക്ഷ്യത്തിൽ നിന്നാണ് ഇവിടുന്ന് നോക്കിക്കാണുന്നത്. അത് മുതിർന്ന ഒരു ഞാനാണ്, സൗദി അറേബ്യയിൽ വന്ന മുതിർന്ന ഇവിടെ എത്തിപ്പെട്ട ഒരു ഞാനാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ആ രീതിയിൽ ഇത് ഒരു തീർത്തും ഒരു ആധ്യാത്മിക ഭൗതിക ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വലിയൊരു സമന്വയമാണ്. വീണ്ടും വിചാരം നടത്തിയപ്പോഴും പിന്നീട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു വലിയ ആശയത്തിൻ്റെ, മനുഷ്യൻ ജീവിതത്തിൽ നിത്യവും പുലർത്തിപ്പോകേണ്ട വലിയ ആശയത്തിൻ്റെ ആചാര രൂപത്തിലുള്ള ഒരു പ്രക്രിയയാണ്. അത് നൈരന്തര്യമുള്ളതാണ്, ആവർത്തിച്ചു വരുന്നതാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അത് മനുഷ്യൻ്റെ സ്ഥിരപ്രതിഷ്ഠയും ഹൃദിസ്ഥവുമാവേണ്ട ആവശ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വലിയ ആശയത്തെ ആചാര രൂപത്തിൽ മനുഷ്യനിലേക്ക്, മാനവരാശിയിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണാൻ. 2 രീതിയിലാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കുട്ടിക്കാലത്ത് നിന്നും പിന്നീട് ഇവിടെ വന്നതിന് ശേഷം റമദാനെ മനസ്സിലാക്കുമ്പോഴേക്കും ഞാൻ വളർന്നു. അപ്പോൾ ആ രീതിയിലാണ് കണ്ടത്. അത് കേവലമായ ഒരു ആരാധന ആചാരങ്ങൾക്കപ്പുറം ചില പിന്നെ ഇത് മാത്രമല്ല, ഒരു മതം എന്നുള്ള രീതിയിൽ മതത്തിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇപ്പോൾ അഷ്ഹദു അന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന തൗഹീദ് വചനം 5 സന്ധ്യകളിൽ, പ്രഭാതം തൊട്ട് പ്രദോഷം വരെയുള്ള സന്ധ്യ വരെയുള്ള 5 സന്ധ്യകൾ നിർബന്ധമായി നടത്തേണ്ടുന്ന നമസ്കാരക്രമം റമദാൻ ഒരു മാസത്തെ, ഒരു ചന്ദ്രമാസത്തെ റമദാനിലെ ഹിജ്റ കലണ്ടറിലെ 9ാമത്തെ മാസത്തിൽ വരുന്ന ഹിജ്റ കലണ്ടറിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അനുഷ്ഠിക്കേണ്ട അന്നപാനീയ മറ്റ് ശരീരചേഷ്ടകളിൽ നിന്ന് മാറി നിന്ന് നമ്മൾ അനുഷ്ഠിക്കുന്ന ഉപവാസം എന്ന ക്രമം. 4ാമത്തത് സക്ക എന്ന് പറയുമ്പോൾ നിർബന്ധമായും അവനവൻ്റെ സമ്പത്തിൻ്റെ ഭാഗമായി കൊടുക്കേണ്ട സക്ക എന്നൊരു ദാനധർമ്മത്തിൻ്റെ ഒരു തലം. പിന്നീട് ദേഹസ്ഥിതിയും മനസ്ഥിതിയും ശരീരസ്ഥിതിയും അനുവദിക്കുമെങ്കിൽ ചെയ്യേണ്ട ഹജ്ജ് എന്നുള്ള കർമ്മം. ഇങ്ങനെ ചേർത്ത് വായിക്കുന്ന ഒരു വലിയ സ്ഥായിയായ ഇസ്ലാം മതത്തിൻ്റെ ഭാവത്തെ ചേർത്ത് നിർത്തുന്ന ഒരു ആചാരം എന്നുള്ള നിലയിൽ ആ രീതിയിലാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്. ശ്രീമതി ഷമീന അസീസ്, ഗോപി സാർ പറഞ്ഞതുപോലെ കേവല ചില ആചാര
ഒരു പ്രദർശനങ്ങൾക്കപ്പുറം എന്തൊക്കെയോ ചില സത്തയുള്ള ഒന്നായിട്ടാണ് നോമ്പിനെ സാർ അനുഭവിച്ചത് എന്ന് പറഞ്ഞു. ഒരു സ്ത്രീ സമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന അർത്ഥത്തിൽ ഒരു പ്രവാസി സ്ത്രീ സമൂഹത്തിനിടയിൽ ആ ഒരു നോമ്പിൻ്റെ ഒരു പ്രതിഫലനം എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നോമ്പ് യഥാർത്ഥത്തിൽ സാർ ഇവിടെ പറയുണ്ടായി, പിന്നെ ഭക്ഷണപാനീയങ്ങളും മറ്റുമൊക്കെ ഏറ്റവും നിയന്ത്രിക്കേണ്ട ഒരു സമയമാണ് യഥാർത്ഥത്തിൽ വ്രതം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മനിയന്ത്രണത്തിൻ്റേതായ ഒരു സമയമാണ് യഥാർത്ഥത്തിൽ നോമ്പ്. പക്ഷേ ഇന്നത്തെ ഒരു നോമ്പ് കച്ചവടവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നോമ്പിന് വളരെ മുമ്പ് തന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ ഷോപ്പിങ്ങും അതൊരു ഫെസ്റ്റിവലായിട്ട്, ഒരു ആഘോഷമായിട്ട് തന്നെ നോമ്പിൻ്റെ ആത്മീയ ഭാവം അതിനെ വേറെ നിർത്തിക്കൊണ്ട് തന്നെ പറയാം, അതൊരു ആഘോഷമായിട്ട് പ്രത്യേകിച്ച് പ്രവാസി സമൂഹത്തിൽ ഒരു ഭക്ഷ്യമേളയുടെ തുല്യമായിട്ടുള്ളൊരു ഒരു സംസ്കാരം ഇവിടെ രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അത് നാട്ടിലും വ്യത്യസ്തമല്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ സാറ് പറയുണ്ടായി, ഏറ്റവും അധികം ഭക്ഷണം കൺസ്യൂം ചെയ്യുന്നൊരു സമയമാണ് ഈ റമദാൻ മാസം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഭക്ഷണം ഏറ്റവും അധികം നിയന്ത്രിക്കപ്പെടേണ്ടതും ഏറ്റവും കുറച്ച് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ട ഒരു സമയം ആകേണ്ടതായിരുന്നു അത്. പക്ഷേ ഇന്നത്തെ അവസ്ഥ, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ഈ വലിയ പാർട്ടികളും പരിപാടികളുമായിട്ട് അധിക സമയവും അടുക്കളയിലും പാചകത്തിലും ഒക്കെ ചെലവഴിക്കുകയും അങ്ങനെ അവർ ആരാധനയ്ക്കായിട്ടും മറ്റും അവരുടെ ആത്മസംസ്കരണത്തിനായിട്ടും മറ്റും വിനിയോഗിക്കേണ്ട സമയം മറ്റു പലതിലേക്കുമായിട്ടും കാരണം അവർക്ക് സമയം കിട്ടുന്നില്ല. അവരുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും, അവരുടെ മനസ്സിൽ എപ്പോഴും വരുന്നുണ്ടാവും റമദാൻ മാസമാണ്, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള ഇതൊരു ഭക്ഷ്യമേള എന്നുള്ള നിലയിൽ ഇതിനെ അവതരിപ്പിക്കപ്പെടുമ്പോൾ, അത്ര വലിയ പരിപാടികളും മറ്റുമായിട്ട് നടക്കുമ്പോൾ സ്ത്രീകളുടെ ഒരു ആത്മീയ പോഷണത്തിനുള്ള ഒരു അവസരം ഇവിടെ നിഷേധിക്കപ്പെടുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ അടുക്കളയിൽ തന്നെ നിൽക്കുന്നു, മറ്റുള്ള അവസരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണോ യഥാർത്ഥത്തിൽ നോമ്പ് ഉണ്ടാകേണ്ടത്, അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളത് ശരിക്കും നമ്മൾ സമൂഹം മൊത്തത്തിൽ തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമായിട്ട് ഞാനതിനെ. പക്ഷേ റമദാൻ പൊതുവിൽ ഇപ്പോൾ അതൊരു ആത്മീയമായ ഒരു അനുഭവത്തിൻ്റെ ഭാഗമാണെങ്കിലും പലപ്പോഴും അതൊരു സാംസ്കാരികമായ ആഘോഷം കൂടിയാവുന്നു. ഇപ്പം നമ്മുടെ ഈ സൗദിയുടെ പ്രദേശത്ത് തന്നെ നമ്മൾ കണ്ടു. ഇവിടെ പ്രത്യേകിച്ച് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ ഫുൾ ഹോളിഡേ തന്നെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ആഘോഷം തുടങ്ങി. പിന്നെ പകൽ മുഴുവൻ കിടന്നുറങ്ങുകയും രാത്രി മുഴുവനും പുറത്തേക്കിറങ്ങി ശരിക്കും ഒരു ഹോളിഡേ മൂഡിലാണ് പ്രത്യേകിച്ച് ഇവിടെയുള്ള ആളുകളുള്ളത്. പ്രവാസി സമൂഹവും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉള്ളത്. അവരും അതിൽ തന്നെ ചേർന്നുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ. റമദാൻ വിശേഷിച്ചും ഈ വിഭവങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോഴും അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് പലപ്പോഴും വരുന്നത്. കാരണം ആളുകൾക്ക് കൂടുതൽ രുചികരമായി ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമാണ് സത്യത്തിൽ റമദാൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ആഘോഷങ്ങൾ, അതിന് ഈ കൾച്ചറലായുള്ള ആഘോഷങ്ങളാകട്ടെ, അവിടേക്കൊരു പ്രധാന ഇനമാണ് വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സൗദിയിൽ നീണ്ട കാലമായിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക്, ഇവിടെ പഠിച്ചു വളർന്ന ആളെന്ന നിലയ്ക്കും ഇവിടുത്തെ ഒരു സൗദിയുടെ നോമ്പ് അനുഭവങ്ങൾ ആ വിഭവങ്ങളുമായി കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ ഇവിടെയുള്ള സ്വദേശികളുടെ ആദാന പ്രദാനത്തിൻ്റെ രീതിയൊക്കെ വെച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഇവിടെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ സൗദികളുമായിട്ടുള്ള ഇടപഴകൽ എനിക്കധികം ഉണ്ടായിട്ടില്ല. സൗദികളുടെ നോമ്പിൻ്റെ സമയത്ത് പ്രത്യേകിച്ചും. പിന്നെ ഞാനിവിടെ പള്ളികളിലൊക്കെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്, ഒരു ഭക്ഷണം ഏറ്റവും അധികം വളരെയധികം എല്ലാവർക്കും, അതിൽ മുസ്ലിം അമുസ്ലിം പലപ്പോഴും അമുസ്ലിങ്ങൾ വരെ ആ പള്ളിയിലുള്ള നോമ്പ് തുറകളിലൊക്കെ പങ്കെടുക്കുകയും അവിടെ ധാരാളമായിട്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ നാടൻ വിഭവങ്ങൾ, കപ്സ, അതേപോലത്തെ സാധനങ്ങൾ പള്ളിയിലൊക്കെ ധാരാളമായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് സാധനങ്ങൾ വേസ്റ്റായി പോകുന്നതും വളരെ സങ്കടത്തോടു കൂടി കാണേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും പള്ളിയുടെ അടുത്തുള്ള വേസ്റ്റ് തൊട്ടിയിലൊക്കെ ഒരുപാട് ഭക്ഷണങ്ങൾ ഇങ്ങനെ വേസ്റ്റായി കിടക്കുന്നതും ഒരുപാട് ആളുകൾ അതുകൊണ്ട് ഉപകാരപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾക്കൊക്കെ അതിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ടാകാം. ശ്രീ മുനീബ്, ഒരു വിദ്യാർത്ഥി പ്രതിനിധി എന്ന അർത്ഥത്തിൽ ഇവിടെ സൗദി അറേബ്യയിൽ തന്നെ ഏകദേശം 12 വർഷത്തോളം ഇവിടെ തന്നെ ജനിച്ചു വളർന്നു, പഠനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ഒരുപാട് സ്വദേശികളുമായുള്ളൊരു ഇടപെടൽ സാധിച്ചിട്ടുണ്ടാവും മുനീബിന്. എന്താണ് ഇവിടുത്തെ ഒരു നോമ്പ് അനുഭവം അവരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ? അവർക്ക് ഇപ്പോൾ നമ്മളെ സ്കൂൾ അടക്കുന്നതിന് മുമ്പ് തന്നെ 1-2 ആഴ്ച മുമ്പ് അവരുടെ സ്കൂൾ അടക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ഏകദേശം 2-3 മാസം വെക്കേഷൻ ഉണ്ടാകും. അപ്പോൾ അവർ കൂടുതൽ ഇവിടുത്തെ സ്വദേശികളും പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. ചിലവർ സൗദി അറേബ്യ വിട്ടു പോകും, ചില ജിദ്ദ വിട്ടു പോകും ഉണ്ട്. പിന്നെ അവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ആ ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളും അതിൻ്റെയോടൊപ്പം നോമ്പും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് ഒരു ഹോളിഡേ മൂഡിലാണ് എല്ലാവരും ഉള്ളതെന്ന അർത്ഥത്തിലാണല്ലോ പറയുന്നത് അല്ലേ? എന്തെങ്കിലും ഇപ്പോൾ നാട്ടിലും നോമ്പ് കൂടാനുള്ള അവസരം മുഴുവൻ ലഭിച്ചിട്ടുണ്ട് ഇല്ലേ? ഇവിടെയും നാട്ടിലും കൊണ്ടുള്ള നോമ്പ് താരതമ്യം ചെയ്യുമ്പോൾ എന്താണ്
ഇവിടുത്തെ നോമ്പിൻ്റെ ഫീലിങ്ങും നാട്ടിലത്തെ നോമ്പും രണ്ടും വേറെ തന്നെയാണ്. ഇവിടുത്തെ പള്ളിയും കാര്യങ്ങളും നോമ്പും എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെ മക്കയും മദീനയൊക്കെ എടുത്തായതുകൊണ്ട് ആയിരിക്കാം. പക്ഷേ നാട്ടിലും ഒരു വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. നാട്ടിലൊരു എക്സാക്ട് ഒരു നോമ്പിൻ്റെ ആ ഒരു ഫീലിംഗ് കിട്ടാൻ കുറച്ചൊരു ആക്ച്വലി സ്പിരിച്വൽ മൂഡ് കിട്ടുന്നത് ഇവിടെയാണോ നാട്ടിലാണോ? ഇവിടെയാണ് ആക്ച്വലി സ്പിരിച്വൽ മൂഡ് കിട്ടുന്നത് അർത്ഥം. ഇപ്പോൾ ഇതിൽ ഈ ഒരു ആത്മീയ തലത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഒരു സാംസ്കാരിക അനുഭവവും ആഘോഷവുമായി ഇത് മാറുന്നത് പലപ്പോഴും ഇഫ്താർ മീറ്റുകളിലാണ്. ഈ നടക്കുന്ന ഒരു നോമ്പുതുറ എന്ന് പറയുന്ന ഒരു പുണ്യകരമായി കാണുന്ന ഒരു കർമ്മമാണല്ലോ. ഇപ്പോൾ ഇതിൽ ഈ ഒരു സാംസ്കാരിക സന്നദ്ധ സേവന പ്രവർത്തന മേഖലകളിലൊക്കെ ഒരു വർക്ക് ചെയ്യുന്ന ആൾ, ആക്റ്റീവായിട്ടുള്ള ആൾ എന്ന അർത്ഥത്തിൽ ഈ നോമ്പുതുറകളെയും ആ ഒരു സംസ്കാരത്തെയും എങ്ങനെയാണ് കാണുന്നത്? സൗദി അറേബ്യയിൽ പ്രത്യേകിച്ച് ജിദ്ദയിലൊക്കെ നടക്കുന്ന ഇഫ്താറുകളിൽ പലപ്പോഴും അതിൻ്റെ ഒരു ദൂരത്തിൻ്റെ ഒരു പാരമ്യത നമ്മൾ പലപ്പോഴും അനുഭവിക്കാറുണ്ട്. ഇപ്പോൾ വലിയ ഹോട്ടലുകളിലൊക്കെ വെച്ച് നടത്തുന്ന അതേസമയം ഇവിടെയുള്ള ഈ ലേബർ ക്യാമ്പുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങൾ, ജിദ്ദയിൽ തന്നെ പല സ്ഥലത്തുണ്ട്. അവിടെയൊക്കെ വളരെ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ നമ്മുടെ പൊതുസമൂഹം കാണുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ നോമ്പ് തുറക്കാനുള്ള സഹായം ചെയ്യാനൊക്കെ സംഘടനകൾ ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു പരാതി എനിക്കുണ്ട്. അതോടൊപ്പം ഈ നോമ്പുതുറയുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഈ റമദാനിൽ ഏറ്റവും എന്നെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു ഓരോ വർഷവും ഒരു ദിവസം ഞാൻ മക്ക പള്ളിയിൽ നോമ്പ് തുറക്കാൻ പോകും. അത് വല്ലാത്തൊരു അനുഭവമാണ്. കാരണം ലക്ഷക്കണക്കിന് 10-25 ലക്ഷം ജനങ്ങൾ ആ പള്ളിയുടെ ഉള്ളിലുണ്ടാവും. അവർക്ക് മുഴുവൻ കഴിക്കാനുള്ള കാരക്ക, വെള്ളം, പിന്നെ ചില ആളുകൾ സമൂസ തരാം. എന്നിട്ട് ആ തുറക്കണ നേരത്തെ നമുക്ക് എന്താണെന്നറിയില്ല, എവിടെ നിന്നൊക്കെ നമുക്ക് പലതരം ഈത്തപ്പഴങ്ങൾ കുടിക്കാൻ ചിലപ്പോൾ കഹവ വരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ആരും പട്ടിണി എടുക്കുന്നു. അതായത് നോമ്പ് തുറക്കാതെ അല്ലെങ്കിൽ വിശപ്പടക്കാതെ ആ പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുട്ടിയും പുറത്തു പോകുന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു അത്ഭുതം. എവിടുന്ന ഈ ഭക്ഷണങ്ങളൊക്കെ വരുന്നതെന്ന് നമുക്ക് തോന്നുന്നത്. അത്ര ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ നോമ്പ് തുറക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ അത് ഒരു പക്ഷേ സൗദി അറേബ്യയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും അവിസ്മരണീയമായ അനുഭവം തന്നെയാണ്. പ്രവാസികളൊക്കെ ഇവിടെ ഉള്ള ഒരു ദിവസമെങ്കിലും റമദാൻ മാസത്തിൽ ഒരു ദിവസമെങ്കിലും മക്കത്ത് പോയിട്ട് നോമ്പ് തുറക്കണം. അതിൻ്റെ ഒരു അനുഭവം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, പലതരത്തിലുള്ള ആളുകൾ നമുക്ക് ഭക്ഷണം കൊണ്ടുവരാം. നമ്മുടെ അടുത്തുള്ളത് അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഷെയറിങ്ങിൻ്റെ ഒക്കെ ഒരു വല്ലാത്ത മനസ്സിൽ തന്നെ. ഈ സംഘടനകൾ നടത്തുന്ന അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ നടത്തുന്ന ഈ ഇഫ്താർ മീറ്റുകൾ ഒരുപക്ഷെ അതിലേക്ക് ക്ഷണിക്കപ്പെടുന്നവർ എപ്പോഴും ഒരേ ആളുകളായിരിക്കാം എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഈ ഒരു ഇഫ്താർ മീറ്റുകൾ കൊണ്ട് ഒരുപാട് സാംസ്കാരികമായ ഒരു ഉന്നതി പ്രാപിക്കുവാൻ മനുഷ്യന് കഴിയുന്നില്ലേ? അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ, ഒരു റമദാൻ സന്ദേശം നൽകുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്ലസ് പോയിന്റ് നമുക്ക് കാണാൻ കഴിയും. ആ രീതിയിലാണ്. അതോടൊപ്പം തന്നെ അപ്പോൾ പലപ്പോഴും പല ആളുകളും കണ്ടുമുട്ടുന്നത് തന്നെ ഈ ഇഫ്താർ മീറ്റുകളിലായിരിക്കും. അപ്പോൾ പിന്നെ മാത്രമല്ല, അപ്പോൾ ഈ ഇഫ്താർ നടത്തുന്ന ആളുകൾക്കുള്ള ഒരു സൗഹൃദം പുതുക്കലും സ്നേഹം പങ്കുവെക്കലും ഒക്കെ അതിലൂടെ നടക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ അത് ഒരു വലിയ ദൂർത്തായി മാറ്റുന്ന പ്രവണത ഒഴിവാക്കണം എന്നുള്ള അനുഭവമുണ്ട്. അഥവാ നോമ്പും പെരുന്നാളും അനുഭവങ്ങളും ഒന്നും തന്നെ പ്രവാസികൾക്ക് എത്ര പറഞ്ഞാലും തീരില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്തിൻ്റെ കുറവ് മൂലം നമ്മുടെ ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും നമ്മോടൊപ്പം ഈ ചർച്ചയിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പെരുന്നാൾ ആശംസകളും.